ഹലോ മുത്തേ, പിന്നെ ഇതെന്തൊക്കെ അയച്ചത്? അവലൂസുണ്ടേ? ആ പിന്നെ അവിടെ ആരെങ്കിലും ഉണ്ടപ്പോൾ? ആരില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഉമ്മ തരട്ടെ. തരട്ടെ ഉമ്മ. എനിക്കൊന്നല്ല 1000 ഉമ്മ ഞാൻ തരൂ. ജയ് ഒരു പണിക്കും പോവാതെ കണ്ണിക്കണ്ട പെണ്ണുങ്ങളെ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് കയറി വരണോ? ഞങ്ങൾ ഇങ്ങോട്ട് കയറി ഒന്നോളി. തർക്കുത്തരം പറയണേ ഇവിടെ കോണി. ഞാനേ ഇതെന്റെ ട്രൗസറിന്റെ ഉള്ളിൽ കൂടി ഇട്ട് വലിച്ചു നീക്കോ ഇതിനെ കുളത്തോണ്ട്. പടച്ചോനെ, പിന്നെ എന്തിനാ പിന്നെ ഇത് പറ്റുക? ഇനി മേലെ കയറാൻ പറ്റുമോ? ഡിഗ്രിയും കഴിഞ്ഞിട്ട് ഇത് കൂടി തെണ്ടി തിരിഞ്ഞ് നടക്കാം. അന്റെ മാരിലടാ മറ്റുള്ള ചെറുക്കന്മാരും അതിനവിടെ വേർവിങ് സ്റ്റഡി അബ്രോഡിൽ പോയിട്ട് അന്വേഷിച്ചാൽ പറഞ്ഞിട്ട് എത്ര കാലായി ഇത് കൂടി തെണ്ടി തിരിഞ്ഞ് നടക്കാല്ലേ? നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവില്ല. ചെറുക്ക UK ജർമ്മനിക്കും ഒക്കെയാണ് പോലെ വിടണേ. UK സംഭവം ഇജ്ജ് തണ്ടിച്ചിട്ടൊന്നും വേണ്ട, ഇമ്രാജിന്റെ അടുപ്പ് പോകാന്. പിന്നെ UK അമേരിക്കയിലൊക്കെ ആണെന്ന് അറിയുമ്പോൾ ഇച്ചും നമ്മളെ തറവാടിനൊക്കെ ഒരു അഭിമാനാണ്. അതുകൊണ്ടാണ് പറയണത്. പൈസന്റെ കാര്യം നോക്കണ്ട, അത് എത്ര വേണേലും നമ്മൾ തരും. ആ പോയോക്കെന്നാ. ആ എന്നാണ് ഇറങ്ങി വാ. സാർ, ഞാൻ വേർവിങ്ങിനെ കുറിച്ച് അറിഞ്ഞിട്ട് വന്നതാണ്. എനിക്ക് വിദേശത്ത് പഠിക്കാനാണ് താല്പര്യം. അപ്പോൾ ഞാൻ നിലവിൽ ഇപ്പോൾ ഡിഗ്രി കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നമ്മളിപ്പോൾ UK, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി, ഫ്രാൻസ് എന്ന് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഏത് രാജ്യമാണ് ഏത് കോഴ്സാണ് വേണ്ടത് നമുക്ക് തിരഞ്ഞെടുക്കാം. സാർ, എനിക്ക് നിലവിൽ IELTS ഒന്നുമില്ല. +2 എനിക്ക് 80% മാർക്കുണ്ട് ഇംഗ്ലീഷിന്. പിന്നെ അതുപോലെ ഡിഗ്രി 70% മാർക്കുണ്ട്. IELTS ഇല്ലാതെ നമുക്ക് UK പോകാൻ കഴിയും. 5 ലക്ഷം മുതൽ 7 ലക്ഷം വരെ സ്കോളർഷിപ്പും കിട്ടും. പിന്നെ ഫ്രാൻസിലും അവൈലബിൾ ആണ്. എനിക്ക് പോകാൻ താല്പര്യം UK. അപ്പോൾ അവിടേക്ക് നിങ്ങൾ എന്തൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? UK നമുക്കൊരു ഓഫീസ് ഉണ്ട്. അപ്പോൾ പഠിച്ച മേഖലയിൽ തന്നെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ സിസ്റ്റവും ഇവിടുന്ന് ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പെരുന്നാട് ബൈപ്പാസിലാണ്.